ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 29 വിശുദ്ധ മാക്സിമിനൂസിന്റെ തിരുനാൾ. പോയിറ്റിയേഴ്സിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച മാക്സിമിനൂസിനെ ട്രിയേഴ്സിലെ ബിഷപ്പ് വിശുദ്ധ അഗ്രീഷ്യസിന്റെ ജീവിത വിശുദ്ധി ആ നഗരത്തിലേക്ക് ആനയിച്ചു. അവിടെ വച്ച് ശിക്ഷണത്തോടെ പൗരോഹിത്യം സ്വീകരിച്ചു. അഗ്രീഷ്യസ് കാലം ചെയ്തപ്പോൾ 332 ട്രിയേഴ്സിലെ മെത്രാനായി മാക്സിമിനൂസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 326 വിശുദ്ധ അത്തനേഷ്യസിനെ നാടുകടത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ബിഷപ്പ് മാക്സിമിനൂസാണ്. 2 കൊല്ലം അത്തനേഷ്യസ് മാക്സിമിനൂസിന്റെ കൂടെ സർവ ബഹുമതികളോടും കൂടെ തന്നെ താമസിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പ് പോൾ നാടുകടത്തപ്പെട്ടപ്പോഴും ബിഷപ്പ് മാക്സിമിനൂസ് തന്നെയാണ് അദ്ദേഹത്തിന് അഭയം നൽകിയത്. ആര്യൻ പാഷണ്ഡികളുടെ കെണിയിൽപ്പെടാതെ സൂക്ഷിക്കാൻ കോൺസ്റ്റൻസ് ചക്രവർത്തിയെ അദ്ദേഹം ഉപദേശിച്ചു. 347 സാന്റിക്ക സൂനകദോസിൽ ആര്യൻ പാഷണ്ഡിതയെ ബിഷപ്പ് മാക്സിമിനൂസ് വീറോടെ എതിർത്തു. തന്നിമിത്തം ആര്യരുടെ ദൃഷ്ടിയിൽ മാർ അത്തനേഷ്യസിനെ പോലെ ഒരു നോട്ടപ്പുള്ളിയായി തീർന്നു. 349 മാക്സിമിനൂസ് ദിവംഗതനായി. വിശുദ്ധ മാക്സിമിനൂസെ, വിശുദ്ധരെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.